ഹായ് മക്കൾസ്, പോളിനോമിയൽസ്, ബഹുപദങ്ങൾ, ഈ 3 ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏത് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എക്സാം നിങ്ങൾക്ക് 1 മാർക്ക് പോലും നഷ്ടാവില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒരു ലാഗും ഇല്ലാണ്ട് നമ്മൾ കടക്കാൻ പോവാണ്. One side of a rectangle is 12 more than the other side. ഒരു ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എന്താണ്? മറ്റേ വശത്തിന്റെ നീളത്തെക്കാൾ 12 സെന്റിമീറ്റർ അധികം എന്ന് പറഞ്ഞത്. അതായത് ഒരു വശം അതിൽ ഇതാ ഒരു റെക്ടാങ്കിൾ, അതിന്റെ ഒരു വശത്തിന്റെ നീളം മറ്റേനെക്കാട്ടി 12 അധികം എന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എ ക്വസ്റ്റ്യൻ, എക്സ് ഈസ് ദ സ്മോളർ സൈഡ്, ദെൻ വാട്ട് ഈസ് ദ അതർ സൈഡ്? ഇതിൽ ചെറിയ സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എത്രയാണെന്നാ ചോദിച്ചത്? 12 കൂടുതലാന്നല്ലേ പറഞ്ഞേ. അപ്പൊ എത്രയാടാ? എക്സ് പ്ലസ് 12 ആണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല സാർ. അപ്പൊ എ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? എക്സ് പ്ലസ് 12 ആണ്. സിമ്പിൾ. ആൻഡ് ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏരിയ. അയ്യോ, ഫുൾ ക്വസ്റ്റ്യൻ അല്ലല്ലോ. റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏരിയ എ ഓഫ് എക്സ് ആൻഡ് സൈഡ് എക്സ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ആസ് എൻ എന്താ write the relationship between area a of x and side x as an equation. ഇങ്ങനെയാട്ടോ ക്വസ്റ്റ്യൻ. ഇതെന്തോന്ന് പറ്റിപ്പോയതാണ്, ബോർഡിലേക്ക് ഇട്ടപ്പോൾ ഇത് മാഞ്ഞു പോയതാണ്. അതായത് എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള കണക്ഷൻ ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഒരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, അതിപ്പോ എങ്ങനെ എഴുതുക? അവര് പറഞ്ഞു ഏരിയ എന്ന് പറഞ്ഞ എന്താ? എ ഓഫ് എക്സ് ആ. നോക്ക്, പരപ്പളവിനെ ഓല് വിളിച്ച പേരാണ് എ ഓഫ് എക്സ് എന്ന്. എന്താണ്? ഏരിയനെ ഓല് വിളിച്ച പേരാണ് എന്ത്? എ ഓഫ് എക്സ് എന്ന്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ് സാർ. ഓക്കെ, നമുക്ക് ഈ എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള കണക്ഷൻ ആണ് മക്കളെ കാണേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുക, ബി ക്വസ്റ്റ്യൻ അല്ലേ, ഞാൻ ഇങ്ങനെ നോക്കുക ഏരിയ അല്ലെ, ഏരിയയുമായി ബന്ധപ്പെട്ട സാധനം. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുക ഏരിയ ഇങ്ങനെ കാണുക. സാർ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സിമ്പിൾ ആണല്ലോ. അപ്പൊ ഞാൻ എഴുതി ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. മലയാളം മീഡിയക്കാരെന്താ എഴുതുക? പരപ്പളവ് ഈക്വൽ ടു നീളം ഇൻറ്റു വീതി. ഓക്കെ, പക്ഷെ ഏരിയനെ എ ഓഫ് എക്സ് എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വിളിച്ചു. ഈക്വൽ ടു ലെങ്ത് എത്ര? എക്സ് പ്ലസ് 12 ആണ്. ബ്രെഡ്ത്ത് എത്രയാണ് സാർ? എക്സ് ആണ്. ഓക്കെ, ഇത് ഇതിൽ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്ക് കിട്ടും എ ഓഫ് എക്സ് ഈക്വൽ ടു, ഈ പുറമുള്ള എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള 2 ആക്കും വേണമല്ലോ. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് എത്ര? എക്സ് സ്ക്വയർ ആണ് പ്ലസ് 12x. ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലെത്തി. അവർ നമ്മളോട് പറഞ്ഞ എന്താ? എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള ബന്ധം ഒരു സമവാക്യമായിട്ട് എഴുതണം. നോക്കൂ, എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള കണക്ഷൻ നമ്മളൊരു സമവാക്യമായിട്ട് എഴുതി. സിമ്പിൾ അല്ലേ? കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നൂലേ? ആൻഡ് അടുത്തത് നോക്കി, ഇഫ് ദ ലെങ്ത് ഓഫ് റെക്ടാങ്കിൾസ് ഹാവിംഗ് പെരിമീറ്റർ 50 സെന്റിമീറ്റർ ഈസ് ടേക്കൺ ആസ് എക്സ്. അതായത് ഇവിടെയും പറയുന്നത് എന്താണ്? റെക്ടാങ്കിളുകളെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. ആൻഡ് ഇവിടെ പറയാണ് ഈ റെക്ടാങ്കിളുകളുടെ ലെങ്ത് എന്താണ്? എക്സ് ആണ് എന്നെടുക്കാൻ പറഞ്ഞു. ആൻഡ് ഇറ്റ്സ് ഏരിയ എ ഓഫ് എക്സ്. ഇതിന്റെ ഒരു ഏരിയ എന്തെടുക്കണം? എ ഓഫ് എക്സ് എന്നും എടുക്കണം എന്ന് പറഞ്ഞു. ഏരിയനെ എന്ത് വിളിക്കണം? എ ഓഫ് എക്സ് ആയിക്കോട്ടെ. ഏരിയനെ നമുക്ക് എന്ത് വിളിക്കാം? എ ഓഫ് എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എ ഓഫ് എക്സ് ആസ് എൻ ഇക്വേഷൻ. നേരത്തെ അതേ ക്വസ്റ്റ്യൻ എക്സും എ ഓഫ് എക്സും തമ്മിലുള്ള ബന്ധം ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതണം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എഴുതി എന്ത്? എ ഓഫ് എക്സ് ഈക്വൽ ടു എന്താ മൊത്തം എഴുതുന്നത്? എ ഓഫ് എക്സ് എന്നല്ലേ, ഏരിയ. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാറേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഞാൻ എഴുതി ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവര് പറഞ്ഞ് ഏരിയൻ എന്ത് വിളിക്കണം? എ ഓഫ് എക്സ് എന്ന് വിളിക്കണം. ഓയിക്കോട്ടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്? ഏരിയന്റെ സ്ഥാനത്ത് എ ഓഫ് എക്സ് എന്ന് എഴുതി. ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഞാൻ നോക്കുമ്പോഴാണ് ഓക്കെ, എനിക്ക് ലെങ്ത് അറിയാം, എന്താണ്? എക്സ് ആണ്. ഇൻറ്റു ബ്രെഡ്ത്ത് പക്ഷെ എന്താണ്? എനിക്ക് അറിയൂല. അയ്യേ, നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? ഇവിടെ കണ്ടീഷൻ തന്നീനു 12 അധികമാണെന്ന്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആദ്യമേ കിട്ടീനു. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 12 അധികമാണെന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഒരു സൈഡേ കിട്ടിയുള്ളൂ, മറ്റേ സൈഡ് കിട്ടിയില്ല. ശരിക്കും ഈ ബ്രെഡ്ത്ത് കൂടി നമുക്ക് കിട്ടണ്ടേ? എന്നാലല്ലേ ഇത് എഴുതി ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ബ്രെഡ്ത്ത് കിട്ടാൻ എന്താ ഐഡിയ? എന്തോ ഒരു സാധനം ഇവിടെ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. പെരിമീറ്റർ 50 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഉപയോഗിച്ചില്ല. ആ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് എക്സ് ആണ്, ബ്രെഡ്ത്ത് എത്രയാണെന്ന് കിട്ടും. റെഡി ആണല്ലോ? അതൊന്ന് ചെയ്തു നോക്കാമല്ലോ. എന്നാൽ
ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പെരിമീറ്റർ എന്താണ് 50 ആണ്. എത്ര പെരിമീറ്റർ ചുറ്റളവ് 50 ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കളെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അപ്പൊ അത് നമുക്ക് എന്താണ് തന്നിട്ടുണ്ട് 50 ആണ് തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ 2 എങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു 50 ആണ് ഇവിടെ ഉള്ളത്. 2 ഇങ്ങോട്ട് വന്നാൽ ഹരിക്കണം 2, 50 ഹരിക്കണം 2 25 ആണ്. ഇനി നോക്കൂ മക്കൾക്ക് അറിയാം ലെങ്ത് എന്താണ് എക്സ് ആണെന്ന്. അപ്പൊ ലെങ്ത്തിന്റെ സ്ഥാനത്ത് ഞാൻ എക്സ് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 25. ഇനി ബ്രെഡ്ത്ത് എന്താണ് എന്ന് കിട്ടണമെങ്കിൽ എക്സ് ഇങ്ങോട്ട് പോയാൽ പോരെ. അപ്പൊ ബ്രെഡ്ത്ത് ഈക്വൽ ടു 25 മൈനസ് എക്സ്. നേരത്തെ ഒരു പറഞ്ഞ കണക്ഷൻ എന്തായിരുന്നു 12 കൂടുതലാണ് എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത് രണ്ടും നമുക്ക് കിട്ടി. പക്ഷെ ഇപ്പൊ എന്താണ് കണക്ഷന്? ഇപ്പൊ എന്താ കണക്ഷന്? ഒരു സൈഡ് എക്സ് ആൻഡ് ചുറ്റളവ് എന്താ പെരിമീറ്റർ 50 ആണ് എന്നുള്ളതായിരുന്നു കണക്ഷൻ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കിട്ടി ബ്രെഡ്ത്ത് എത്രയാണ് 25 മൈനസ് എക്സ്. ഇപ്പൊ നമുക്ക് ലെങ്ത്തും കിട്ടി ബ്രെഡ്ത്തും കിട്ടി. ഇനി എന്തെങ്കിലും പാടുണ്ടോ? ഇനി ഒരു പ്രശ്നവുമില്ല സാർ. ഇനി എന്താണ് ഒരു പ്രശ്നവുമില്ല. ഇനി സിംപ്ലി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷനിൽ ബാക്കി ആളെ സെറ്റ് ചെയ്ത് കൊടുത്താൽ പോരെ. മതി സാർ. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് ബാക്കി ആളെ സെറ്റ് ചെയ്ത് കൊടുക്കൂ. എ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. എക്സ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇല്ലായിട്ടാണ് നമ്മൾ ഇവിടെ പട്ടിലോക്കായി പോയത്. ഓക്കെ, ബ്രെഡ്ത്ത് ഇപ്പം എത്ര ആണെന്ന് കിട്ടി 25 മൈനസ് എക്സ്. അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്തി 25 മൈനസ് എക്സ്. ഇനി എന്ത് ചെയ്യുക, ഈ എക്സിനകത്തുള്ള രണ്ടാക്കും കൊടുക്കൂ. എക്സ് ഇൻറ്റു 25 എക്സ് ആണ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്താ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എന്താ ഉള്ളത് എ ഓഫ് എക്സ്. എനിക്ക് സിംപ്ലി ആൻസർ ആയില്ലേ? ആൻസർ ആയി സാർ. ഒരു പ്രശ്നവുമില്ല. ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ ആൻസറിലേക്ക് എത്തി. എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? വളരെ സില്ലി അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി എഴുതിയിട്ടില്ലേ? എ ഓഫ് എക്സും ഉണ്ട് ഇവിടെ, എക്സും ഉണ്ട് ഇവിടെ, ഒരു ഇക്വേഷൻ ആവുകയും ചെയ്ത്. റെഡി ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഏറ്റവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. റെഡി ആണല്ലോ? ഫ്രം ദ 4 കോർണേഴ്സ് ഓഫ് എ റെക്ടാങ്കിൾ, അതായത് ഒരു റെക്ടാങ്കിൾ, ഒരു ചതുരം നമ്മളുടെ കയ്യിലുണ്ട്. അതിന്റെ 4 മൂലയെന്നും എന്ത് ചെയ്തു, സമചതുരങ്ങൾ കട്ട് ചെയ്തു മാറ്റി എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനാണോ എന്തോ. ആൻഡ് ദ ടാബ്സ് ആർ റേസ്ഡ് അപ് ടു മേക്ക് എ ബോക്സ് ആസ് ഇൻ ദ പിക്ചർ. ഓക്കെ, അതായത് ഈ 4 സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു പീസിന് എങ്ങോട്ട് മടക്കി, ഈ ഒരു പീസിന് എങ്ങോട്ട് മടക്കി, അങ്ങനെ എന്ത് ചെയ്ത് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുത്തു എന്നാണ് പറഞ്ഞത്. ഇനി നമ്മളോട് പറയാണ് ഡിനോട്ട് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ ആസ് എക്സ്. അതായത് ഈ ഒരു സ്ക്വയർ സമചതുരത്തിന്റെ വശം എക്സ് എന്ന് എടുക്കുക. ഇതും എക്സ്. അപ്പൊ എന്താ എല്ലാവരും എക്സ് തന്നെ. ഓക്കെ, പിന്നെയോ x centimeter. Write the length of the 3 edges of the box in terms of x. അതായത് ഇതിന്റെ ഒരു സൈഡ് x ആണെങ്കിൽ ഈ ബോക്സിന്റെ നീളം, വീതി, ഉയരം ഇതൊക്കെ എക്സിന്റെ ടേം കാണുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നീളം എന്തായിരിക്കും x-2, ഇത് 3x+4 അറിയൂല, നമുക്ക് ചെയ്തു നോക്കാം. ആ ഒരു എക്സ് ഉൾപ്പെടുന്ന രീതിയിൽ അത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതാണ് എ ക്വസ്റ്റ്യൻ. സോ ഞാൻ എ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എനിക്ക് എന്തൊക്കെ വേണ്ടി, ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് എത്ര എന്ന് പറയണം. റെഡി ആണല്ലോ? ഹൈറ്റ് എത്രയാണ് എന്നും എനിക്കറിയണം എക്സിന്റെ ടേമിൽ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതായിരുന്നു അല്ലേ ലെങ്ത് ആദ്യം. ആണ് സാർ. ആൻഡ് ഇതെന്തായി എക്സ് ആണ്, ഇതും എക്സ് ആണ്. അപ്പൊ ഇപ്പൊ പുതിയ ലെങ്ത് ആരാ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ആളല്ലേ പുതിയ ലെങ്ത്. നോക്ക് നിങ്ങൾ, ഈ ആളല്ലേ പുതിയ ലെങ്ത്. ആണ് സാർ. അങ്ങനെയെങ്കിൽ പുതിയ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഉള്ളതിന് എക്സും 2x കുറവ്, അതാണ് എന്ത് പുതിയ ലെങ്ത്. അപ്പൊ പുതിയ ലെങ്ത് എന്താണ്? ടോട്ടൽ ഉള്ളതിന് 2x കുറവ്. ടോട്ടൽ എത്ര? 7. അതിൽ നിന്ന് എന്താണ് 2x കുറവാണ്, വിച്ച് മീൻസ് 7 മൈനസ് 2x ആണ്. ഇനി അതുപോലെ തന്നെ വീതി ആദ്യം എത്ര ആയിരുന്നു? 5 ആയിരുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്തു? 2x കുറഞ്ഞു. ആണല്ലോ? അപ്പൊ വീതി എന്താ? 5 മൈനസ് 2x ആണ്. ഓക്കെ, റെഡി സാർ. ആൻഡ് അടുത്തതായി നമുക്ക് ഹൈറ്റ് കാണണം. എന്താണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മുത്തോ? സാർ ദാ ഈ ഒരു പീസ് ഇങ്ങോട്ട് മടക്കി വെക്കുമ്പോൾ ഈ കിട്ടുന്ന ഈ സാധനല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്. ആണ് സാർ. അതെന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലേ, വിച്ച് മീൻസ് അത് എന്ത് തന്നെ എക്സ് തന്നെയല്ലേ. ആ കട്ട് ചെയ്യുന്നത് എത്രയാണോ ലെങ്ത് ഉള്ളത് അത് തന്നെയല്ലേ വരിക. അപ്പൊ ഹൈറ്റ് എന്താണ്? എക്സ് ആണ്. സോ നിങ്ങൾ നോക്കൂ, ഡിനോട്ട് എല്ലാ വശങ്ങളും, ഓൾ 3 ഡയമെൻഷൻസ് നമ്മൾ എന്ത് ചെയ്തു? എക്സിന്റെ ടേമിൽ പറഞ്ഞു. സിമ്പിൾ. ഇനി ബി, ഡിനോട്ട് ദ വോളിയം. ഇതിന്റെ വോളിയത്തിനെ വി ഓഫ് എക്സ് എന്ന് വിളിക്കുക. ആൻഡ് എക്സും വി ഓഫ് എക്സും തമ്മിലുള്ള കണക്ഷൻ എഴുതുക. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, ഒരു മാറ്റവും ഒരു പ്രശ്നവും. ഇത് നിങ്ങൾ പ്രശ്നം ആലോചിച്ച് എന്ത് ആക്കാണ്ടിരുന്നാ മതി. ഇവിടെ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഇവിടെ നമ്മളോട് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ കാര്യം എന്താണ്? യെസ്, ഇവിടെ നമ്മളോട് പറഞ്ഞത് എന്താണ്? വോളിയത്തിനെ വി ഓഫ് എക്സ് എന്ന് വിളിക്കണം. വോളിയം എന്താണ്? വി ഓഫ് എക്സ്. വോളിയം എന്താണ്? വി ഓഫ് എക്സ് ആണ്.
ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ വി ഓഫ് എക്സും എക്സും തമ്മിലുള്ള കണക്ഷൻ, അതായത് സൈഡുകളുടെ ലെങ്ത് ആയ എക്സും തമ്മിലുള്ള കണക്ഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. സൈഡുകളുടെ ലെങ്ത് അല്ല, എക്സ് വി ഓഫ് എക്സും എക്സും തമ്മിലുള്ള കണക്ഷൻ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലെങ്ത് 7 - 2x, ബ്രെഡ്ത്ത് ഓക്കെ, ഹൈറ്റ് ഇത് ഓക്കെ. എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ കട്ട് ചെയ്തെടുത്ത ഈ ചെങ്ങായിന്റെ ഒരു വശമാണ്. ആ ഒരു ഇതും വി ഓഫ് എക്സും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾ പറ എന്താണ് ഇങ്ങനത്തെ ഒരു പാത്രത്തിന്റെ വോളിയം? സിമ്പിൾ സാർ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നിങ്ങൾ എഴുതും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് നിങ്ങൾ എഴുതും. സിമ്പിൾ സാർ, കഴിഞ്ഞു. ഓക്കെ, ഇനി വോളിയത്തിന് എന്താ വിളിക്കേണ്ടത്? വി ഓഫ് എക്സ് ആയിക്കോട്ടെ. വി ഓഫ് എക്സ് എന്ന് വിളിച്ചു, ഈക്വൽ ടു ലെങ്ത് എത്ര 7 - 2x ആണ്, ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ് 5 - 2x ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയാണ് എക്സ് ആണ്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി ആൻസർ ആവൂലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി ആൻസർ ആവൂലേ? അതിന് നോക്കൂ, നമുക്ക് ഇവനെയും തമ്മിൽ എന്ത് ചെയ്യാം? ആദ്യം ഗുണിക്കാം, എന്നിട്ട് ലാസ്റ്റ് എക്സിനെ ഗുണിക്കാം. അപ്പം ഞാൻ ഇതൊന്ന് ചെയ്തു നോക്കുന്നു. 7 × 5 35. ഓക്കെ, മൈനസ് ആണ് ഇവിടെ, മൈനസ് ഇട്ടു. 7 × 2x എത്ര? 14x. ഓക്കെ, -2x × 5 എത്ര? -10x. ഓക്കെ, -2x × -2x -4x² എന്നാണ് വരിക. സോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. പുറമെ എക്സ് ഇപ്പോഴും ഉണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ബ്രാക്കറ്റിന്റെ അകത്ത് ആരൊക്കെയോ ചെറുതാക്കാൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ നോക്കുമ്പം 35 ഞാൻ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, -14x -10x എത്രയായി? -24x ആയി. ഇതൊക്കെ നിങ്ങൾ കൂട്ടാൻ അറിയില്ലേ? നിങ്ങൾ കമന്റ് പറയണം കേട്ടോ. മൈനസ് ഇവിടെ എന്താ ഉള്ളത്? 4x² എന്നാണുള്ളത്, ഇൻറ്റു എക്സ് പുറത്തുണ്ട്. ഇനി ഈ പുറത്തുള്ള എക്സ് എല്ലാവർക്കും കൊടുത്തു നോക്ക് നിങ്ങൾ, എന്താ ആൻസർ വരികയെന്ന്? 35 മൈനസ്, അയ്യോ ഒരു പ്രശ്നം ഉണ്ടടാ സർ, -2x × -2x ചെയ്താൽ എന്താ വരിക? 2 × 2 4 ആണ്, x × x x² ആണ്. പക്ഷേ ഈ മൈനസും എന്തായി പോവും? പ്ലസ് ആയി പോവും. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ 35 മൈനസ്, സോറി 35 അല്ല, ഈ എക്സ് എല്ലാവർക്കും കൊടുക്കല്ലേ? നമ്മൾ ഈ എക്സ് എല്ലാവർക്കും കൊടുക്കല്ലേ? ആണ് സാർ. അപ്പൊ 35 × x എത്ര? 35x മൈനസ് 24x, ഒരു എക്സും കൂടി x² പ്ലസ് 4x³ ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. വി ഓഫ് എക്സ് എന്താണ്? ഇതാണ്. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി, ആണല്ലോ. അപ്പം ഞാൻ എഴുതുന്നു വി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? ആദ്യം x³ എഴുതുന്നു, 4x³ എന്താ? 4x³, പിന്നെന്താ വരുന്നത്? x² ഉള്ള ഏതാ? -24x². ഓക്കെ, അതും കഴിഞ്ഞു. ഇനി എക്സ് ഉള്ളത് ഏതാ? പ്ലസ് 35x. എന്താണ്? പ്ലസ് 35x. ഓക്കെ, പ്ലസ് 35x. എനിക്ക് എന്തായി? സിമ്പിളായിട്ട് ആൻസർ ആയി. എന്തോ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല സാർ. എന്താണ്? ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. വി ഓഫ് എക്സ് വോളിയം ഞാൻ കണ്ടു, എക്സിന്റെ ടേം തന്നെ കണ്ടു. ഇനി എനിക്ക് എന്താ കാണണ്ടേ? വി ഓഫ് 1ഉം വി ഓഫ് 3ഉം എനിക്ക് കാണണം. അപ്പോൾ ആദ്യം വി ഓഫ് 1 കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വി ഓഫ് 1 കാണണമെങ്കിൽ ഇതിൽ എക്സിന്റെ ഒക്കെ സ്ഥാനത്ത് 1 കൊടുക്കണം. അപ്പോൾ 4 × 1ന്റെ ക്യൂബ് എത്ര? 1 തന്നെ. ഓക്കെ, മൈനസ് 24 × 1ന്റെ സ്ക്വയർ എത്ര? 1 തന്നെ. പ്ലസ് 35 × 1 എന്ന് പറഞ്ഞാൽ 35 തന്നെ. അപ്പോൾ എനിക്ക് എന്താ വരിക? 4 × 1 4, മൈനസ് ഇവിടെ എന്താ? 24 പ്ലസ് 35. ഇങ്ങനെ വരുമ്പോൾ മക്കൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആദ്യം എടുക്കുക. 4 × 35 എത്ര? 39. പിന്നെന്താ ഉള്ളത്? -24 ചെയ്താൽ എത്ര വരിക? 39 24 കുറച്ച് കഴിഞ്ഞാൽ 15 അല്ലേടാ? 39. യെസ്, 15 ആണ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വി ഓഫ് 3 കാണണം എന്നുള്ളത്. അപ്പൊ എല്ലാ മക്കളും പറ വി ഓഫ് 3 എന്താണ്? എല്ലാ മക്കളും പെട്ടെന്ന് കമന്റ് ചെയ്യുക വി ഓഫ് 3 എന്താണ് എന്നുള്ളത്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയാൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാർക്കും മിസ്സാവില്ല എന്നുള്ളത്. സോ എല്ലാവരും ഇതിന്റെ ആൻസർ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യണം, എന്നാലേ ഈ വീഡിയോ കണ്ടതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആൻഡ് ഇത് മനസ്സിലായോ? നാളത്തെ എക്സാമിനെ കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. സോ സി യു, ബൈ.